ഇന്ന് ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഗാലറിയിൽ ഞാൻ മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പൊടി പിടിച്ച് കിടക്കുന്നത് കണ്ടത്. അന്ന് എനിക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് അത് ആ സമയത്ത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനത് എടുക്കാനായാലും എഡിറ്റ് ചെയ്യാനായാലും എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിച്ചിട്ടാണെങ്കിൽ എനിക്കത് ഡിലീറ്റ് ചെയ്യാനും തോന്നണില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വാക്സിനേഷൻ ഡേ ആണ്. സംഭവം നടക്കുന്നത് 2025 ഏപ്രിൽ 2-നാണ്. അങ്ങനെ വാക്സിൻ എടുക്കാൻ പോകാൻ അവൻ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം അച്ഛൻ്റെ കൂടെ ചില്ല് ചെയ്യാണ്. അന്ന് മൊത്തത്തിലൊരു മൂടി കെട്ടിയ കാലാവസ്ഥയായിരുന്നു. നല്ല മഴക്കാറുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു യാത്രയാണ് കേട്ടോ ഓട്ടോയിലുള്ള യാത്ര. അങ്ങനെ മഴയൊന്നും വകവയ്ക്കാതെ ഞാനും അമ്മയും അവ്യാനും കൂടെ പയ്യോളി ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതവൻ്റെ 1.5 വയസ്സിലെ കുത്തിവെപ്പാണ് കേട്ടോ. എല്ലാ തവണയും വാക്സിനേഷന് പോകുന്ന സമയത്ത് എൻ്റെ നെഞ്ചെടുപ്പ് എന്നെക്കാളും വേഗത്തിൽ ഫ്രണ്ടിൽ ഓടുന്നുണ്ടാവും. എൻ്റെ ഈ ഒരവസ്ഥ എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാനും പറ്റും. പാവം ഒന്നും അറിയാതെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എനിക്ക് അവൻ്റെ അന്നത്തെ ആ വേദനയും സിറ്റുവേഷനും ഒക്കെ ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ്റെ ഒരു വാക്സിനേഷൻ ഡേയും ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇത്തവണ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് വെക്കാം, അത് അവന് കുറച്ച് കഴിയുമ്പോൾ കാണാമല്ലോ എന്ന്. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് അമ്മമ്മയുടെ അമ്മച്ചൻ്റെ അടുത്തേക്ക് പോകണം. അവിടുന്ന് ഞങ്ങൾക്ക് ഈവനിങ്ങിൽ ഒരു റിസപ്ഷന് പോകാനുണ്ട്. വാക്സിനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ആ ഫംഗ്ഷനോടെ പോയി കഴിഞ്ഞാൽ ആള് കൂടുതൽ ടയേർഡ് ആവുമോ എന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ. അപ്പോൾ ഈ വാക്സിനെ കുറിച്ച് ചോദിച്ച സമയത്ത് മുന്നേ എടുത്ത വാക്സിനുകളുടെ അത്ര പ്രശ്നം ഉണ്ടാവില്ല, എന്തായാലും പാരസെറ്റമോൾ കൊടുത്താൽ മതി എന്ന് അവരവിടുന്ന് പറഞ്ഞു. അവരുടെയൊക്കെ മട്ടും ഭാവവും കണ്ടപ്പോൾ ആൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ രീതിയിൽ ഞങ്ങൾ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാനിങ്ങനെ നൊന്ത് പ്രസവിച്ചതിൻ്റെ കണക്കൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും അറിയാത്ത പ്രായത്തിൽ ഇത്രയും വേദന ഞാനും സഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവന് തെളിവുകൾ നിരത്തി പറയാലോ. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ ഇവിടെ സേവായിട്ട് കിടക്കട്ടെ. ചുമ്മാ പറഞ്ഞതാട്ടോ. വേദന നിറഞ്ഞതാണെങ്കിലും ഇതൊക്കെ ഓരോ മെമ്മറീസ് അല്ലേ. അപ്പോൾ തുള്ളിമരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രധാന കാര്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. അവൻ നല്ല രീതിയിൽ കരയണുണ്ടായിരുന്നു. ഞാൻ ആ കരച്ചിൽ എന്തായാലും നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും അവൻ ആ കരയുന്നത് കാണുമ്പോൾ നെഞ്ചൊന്ന് പെടയുന്നുണ്ട്. പിന്നെയെല്ലാം അവൻ്റെ നല്ലതിന് വേണ്ടിയായിരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് സമാധാനിക്കുകയാണ്. എന്തായാലും ആ ഒരു കടമ്പ കഴിഞ്ഞു. ഈ ഒരു ദിവസത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരാഴ്ച മുന്നേ തുടങ്ങിയ ടെൻഷനായിരുന്നു. എന്തായാലും അതവിടെ കഴിഞ്ഞു. അവൻ ആ വാക്സിൻ എടുത്ത സമയത്തുണ്ടായിരുന്ന കരച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആശാ വർക്കർ വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് പയ്യോളി സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഒരു കണ്ണൂർ ബസ്സും പിടിച്ച് അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്മമ്മയുടെ അമ്മച്ചിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ കയറിയതിന് ശേഷം നല്ല മഴയായിരുന്നു, കൂടാതെ നല്ല ബ്ലോക്കും. പിന്നെ കണ്ണൂർ ബസ്സിന് ഈ ബ്ലോക്കൊന്നും വലിയ പ്രശ്നമല്ലല്ലോ. അങ്ങനെ ആ നീണ്ടു നിവർന്ന് കിടന്ന ബ്ലോക്കും കടന്ന് ഒരു കുറുക്കു വഴിയൊക്കെ കയറി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് എത്തേണ്ടതിൽ നേരത്തെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ബസ്സിൽ കയറിയപ്പോൾ ആള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ദൂരമോ മഴയോ ബ്ലോക്കോ ഒന്നും തന്നെ അവനെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരം ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് വാഹനങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഒരു ഓട്ടോയും പിടിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. എൻ്റെ ബാഗ് കണ്ടാരും പേടിക്കേണ്ട, അത് ഈവനിങ്ങിൽ റിസപ്ഷന് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ്. ഇങ്ങനെ ഒരു ഓട്ടോയും പിടിച്ചിട്ട് ഞങ്ങൾ എത്ര ദൂരം വേണമെങ്കിലും പോകാൻ റെഡിയാണ്. എല്ലാ ഭാഗങ്ങളിലൂടെയും കാഴ്ചകൾ കണ്ട് അങ്ങനെ പോകാമല്ലോ. എനിക്ക് ഇവനെയും കൊണ്ട് പോകുമ്പോൾ ബസ്സായാലും ട്രെയിനായാലും ഓട്ടോ ആയാലും ഫ്ലൈറ്റ് ആയാലും വളരെ കംഫർട്ടായിട്ട് തോന്നാറുണ്ട് കേട്ടോ. ബസ്സിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ബസ്സിൽ എത്ര തിരക്കുണ്ടായാലും അമ്മയും കുഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള ആ സീറ്റ് അത് നമുക്കുള്ളതാണ്. ഇനിയിപ്പോൾ ആ സീറ്റും ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടിയുമായി കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ സീറ്റ് ഒഴിഞ്ഞു തരാൻ ആരും തന്നെ മടിക്കാറില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ നേരത്തെ തന്നെ എത്തിയത് കാരണം ആരും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല. എല്ലാവരും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരൊട്ടും പ്രതീക്ഷിക്കാതെയുള്ള വരവായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന കീയൊക്കെ സാഹസികമായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങളത് തുറന്നകത്ത് കയറി. എന്തായാലും വാക്സിൻ്റെ പെയിനോ കാര്യങ്ങളോ ഒന്നും ആൾക്ക് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. കരച്ചിലൊന്നും ആ സമയത്ത് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയ ഉടനെ പാരസെറ്റമോൾ കൊടുക്കണം എന്നായിരുന്നു അവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാരസെറ്റമോൾ കുറച്ച് വെള്ളത്തിലോ പാലിലോ ലയിപ്പിച്ചായിരുന്നു കൊടുക്കേണ്ടത്. അതിനാണെങ്കിൽ എന്നെ ആ സമയത്ത് അവൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല.
യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം കൊണ്ടും ചിലപ്പോൾ ഉറക്കച്ചടവ് കൊണ്ടും ഒക്കെ ആയിരിക്കും. എന്തായാലും പുറത്തെ കാഴ്ചയൊക്കെ ഒന്ന് കാണിച്ച് കാക്കയെയും കുയിലിനെയൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ആളെ ഒന്ന് ഓക്കെ ആക്കി. പാരസെറ്റമോൾ 1/4 ഭാഗമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കട്ട് ചെയ്യാനുള്ള തത്രപ്പാടിലായിരുന്നു. കുറേ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഞാനത് കട്ട് ചെയ്ത് 1/4 ഭാഗം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓരോ പീസും 6 മണിക്കൂർ കൂടുമ്പോൾ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കണം. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. പാരസെറ്റമോൾ ഇത്ര ആസ്വദിച്ച് കുടിക്കുന്ന ഒരാൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ രാത്രിയായപ്പോൾ അമ്മച്ചനും അമ്മമ്മയും ഒക്കെ കൂടെ അണഞ്ഞ സന്തോഷത്തിലായിരുന്നു അവ്യാൻ. പിന്നെ ഇവനെ ടേക്ക് കെയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കാര്യമായിട്ട് വേറെ വീഡിയോസൊന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൾ ഈ സമയത്ത് ഓക്കെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു റിസപ്ഷനൊക്കെ പോയി വരാമെന്ന്. അങ്ങനെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ അമ്മച്ചനും അമ്മമ്മയൊക്കെ ആയിട്ട് കളിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിൽ പെയിന് വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓർത്തോർത്ത് കരയുന്നുണ്ടായിരുന്നു. അമ്മച്ചനും മോനും കാര്യമായിട്ട് എന്തൊക്കെയോ പറയായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ രാത്രി അവൻ്റെ വേദനകളും കരച്ചിലുകളും ഒക്കെ ആയിട്ട് അങ്ങനെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴിനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.